അദ്ദേഹത്തിന്റെ മകളും ഭർത്താവും ഒരു സുഹൃത്തും ആത്മഹത്യ ചെയ്തു എന്നറിയുന്നത് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ്. ഉടനെ തന്നെ ഞാനെങ്കിൽ വന്നു. സമാധാനിപ്പിക്കാമെങ്കിൽ സമാധാനിപ്പിക്കാമെന്നുള്ള ഉദ്ദേശിച്ചാണ് വന്നത്. എന്നെ പോലെ ഒരാൾക്കൊന്നും സമാധാനിപ്പിക്കാവുന്ന ദുഃഖമല്ല അവരുടേത്. പക്ഷെ എന്നിട്ടും ബാലൻ പറഞ്ഞത് ഈ 2 പേരും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പൊ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാര് ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ദുഃഖത്തിലൊന്നും പങ്കുചേരാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ ഒന്നും ഉള്ള കഴിവ് എനിക്കില്ല. അത്രയ്ക്ക് വലിയൊരു ദുഃഖമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ബാലന്റെ വൈഫ് അറിഞ്ഞ ഉടനെ ബോധം കെട്ട് വീണ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ വന്ന് മയക്കുമരുന്ന് കൊടുത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ്. എപ്പോഴാണെങ്കിലും ഉണരുമ്പോഴും ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് താങ്ങാൻ പറ്റും എന്ന് എനിക്കറിയില്ല. ബാലന് ദൈവം ശക്തി കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാ ആൾക്കാരും കൂടെയുണ്ട്. ഡോക്ടേഴ്സായിരുന്നു 2 പേരും. പക്ഷെ കുറച്ച് നാളായിട്ട് അവര് ഇങ്ങനെ ഉള്ള ഒരു ഇതിന്റെ മറ്റേ ബേക്കറി നടത്തുകയായിരുന്നു. കേക്ക് ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും താല്പര്യമുള്ള വിഷയം. എല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കി ഒരു കേക്കൊക്കെ ആയിരിക്കും ഒരു ദിവസം ഉണ്ടാകുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ആ രീതിയിലുള്ള ഒരു താല്പര്യമായിരുന്നു. ഇത് വെരി അലാമിംഗ് സിറ്റുവേഷനാണ്. അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഇത് മാത്രമല്ല, ഇതിന് നേരത്തെയും എനിക്കറിയാം. കുറേ കേസസ് ഞാൻ ഈയിടെ അമേരിക്കയിൽ പോയപ്പം അവിടെ ഇതേപോലുള്ളൊരു കേസ് കണ്ടായിരുന്നു. ഇതൊരു ഹിന്ദു ഫാമിലി ആണെങ്കിൽ അതൊരു ക്രിസ്ത്യൻ ഫാമിലി. ഇതിന്റെ ആന്റി ജീസസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, തിരുവനന്തപുരത്തുണ്ടത്. അവർ ബ്ലഡാണ് അവരുടെ തീർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഈ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടത്. അതിൽ നിന്നും ആൾക്കാരെ മോചിപ്പിക്കാനായിട്ട് നമുക്കിനി എല്ലാവരും കൂടി പ്രയത്നിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവര് 3 പേര്, നവീൻ തോമസ്, ഈ കുട്ടി ഒരു ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. ദേവി, പിന്നെ ഇവരുടെ ഫ്രണ്ട്. ഇത് ആരെ വിളിച്ചുകൊണ്ട് പോയി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഇപ്പൊ ഒന്നും അറിയില്ല. ഇപ്പം ആ ബാലനോട് ചോദിക്കാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല. പക്ഷെ ബാലൻ പറഞ്ഞതനുസരിച്ച് ഇതൊരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയതാണ് 3 പേരും എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയായിരുന്നു. അവർ പ്രത്യേകമാണ് ഇവിടെ താമസിക്കുന്നത്. വേറൊരു സ്ഥലത്താണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വതന്ത്രമായ ജീവിതമാണ് അവരുടെ കാര്യത്തിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാറില്ല. 2 പേരും വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് കഴിയുന്നത്.